നാളത്തെ കേരളത്തിൽ അതിജീവിക്കണമെങ്കിൽ ശ്രീ ജയശങ്കറിന് ഈ വക്കീൽ ബുദ്ധിയല്ല, ആ വാരിയർ ബുദ്ധിയാണ് വേണ്ടത്. അതാണ് വേണ്ടത്. വാണക്കാട്ടെ മതമുതലാളിയുടെ മുന്നിൽ നാലുകാലിൽ നിൽക്കാനുള്ള സഹകരണ ബുദ്ധി കാണിച്ചതുവഴി ചന്ദീപ് സ്വന്തം മൂലത്തിൽ കയറ്റിയത് എന്താണ് എന്ന് അറിയണമെങ്കിൽ 2054 ആ മനുഷ്യന്റെ ചന്തി പരിശോധിച്ചാൽ മാത്രം മതി. 2054 പരിശോധിക്കണം ചന്തി. മറ്റേ അർത്ഥത്തിലല്ല പറയുന്നത്. അന്ന് 75-കാരനായിട്ടുള്ള ചന്ദീപൻ വാര്യരുടെ കുണ്ടിയിൽ മന്ത്രി കസേരകളുടെ തഴമ്പ് നല്ലോണം തെളിഞ്ഞു കാണും. എത്ര വട്ടം 2054 വരെ എത്തുമ്പോഴത്തേക്കും എത്ര വട്ടം ആ മനുഷ്യൻ മന്ത്രിയായിട്ടുണ്ട് ഈ നാട്ടിൽ എന്നുള്ള കാര്യം ആ ചന്തി പരിശോധിച്ചാൽ അറിയാം. മന്ത്രി കസേരയുടെ തഴമ്പ് അവിടെ കാണും. പറഞ്ഞു വന്നത് ഇതാണ്. ഈ ABC ചാനലിൽ അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്, ജയശങ്കർ വ്യൂ എന്ന പേരിൽ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അതറിയാം, എങ്കിലും ഒരു താളത്തിന് അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും ഏത് പേരിലോ ഏത് ചാനലിലോ ആവട്ടെ, അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്ന കാര്യങ്ങളോട് പൊതുവെ വളരെയേറെ യോജിപ്പുള്ള ഒരാളാണ് തീർച്ചയായിട്ടും ഈ പോങ്ങൻ. വക്കീൽ സാർ പറഞ്ഞത് അല്പം കുറഞ്ഞു പോയെന്ന് ചില വിഷയങ്ങളിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വാദഗതികളോട് സമ്പൂർണ്ണ വിയോജിപ്പ് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഈ സംഘി എന്ന വിളിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് മതിയായ പിടിപാടില്ല എന്ന് ചില സന്ദർഭങ്ങളിൽ പോകൽ തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. തന്റെ മുന്നിൽ നാട്ടുവാർത്ത കേൾക്കാനെത്തുന്ന ഹതഭാഗ്യരായിട്ടുള്ള പ്രേക്ഷക സമൂഹത്തെ ഒറ്റ ശ്വാസത്തിൽ തൊടുക്കുന്ന അതിതീവ്രമായിട്ടുള്ള മണിപ്രവാള വിഷത്താൽ നാക്കുവെടി നൽകി എതിരേൽക്കുന്ന, ഇപ്പോൾ ഞാൻ പറഞ്ഞത് ആരെക്കുറിച്ചാണെന്ന് കിട്ടിയെങ്കിലും ഞാൻ പറയാം, ആ പന്തളം സുഡാഷ്മിയുടെ ചാനലിൽ ചെന്ന് നമ്മുടെ വക്കീൽ സാർ വിചാരണ നേരിട്ട സമയത്ത് പ്രത്യേകിച്ചും അങ്ങനെ ഒരു തോന്നൽ പോങ്ങനുണ്ടായിട്ടുണ്ട്. സംഘി എന്ന് പറയുന്ന ആ വിളിയെ കൈകാര്യം ചെയ്യാൻ വേണ്ടുന്ന മതിയായിട്ടുള്ള ഒരു പ്രാപ്തി വക്കീൽ സാറിന് ഇല്ല എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായിട്ടുണ്ട്. ഡിജിറ്റൽ കാല അസഭ്യ പദസമ്പത്തിലേക്ക് സംഘി എന്ന സംജ്ഞയെ എഴുതി ചേർക്കാൻ നവകേരളീയ ഹരിത സംസ്കാരത്തിന് സാധിച്ചതിനാൽ ആ വിളിയിൽ അദ്ദേഹത്തിന് അല്പം പരിഭ്രമം ഉണ്ടായാൽ പറയത്തക്ക പിശകൊന്നുമില്ല എന്നുള്ള കാര്യം പോകന് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കുറ്റപ്പെടുത്തലായിട്ടല്ല വക്കീൽ സാറിന്റെ ആ ഒരു പരിമിതിയെ പോകൻ ഇവിടെ പരാമർശിച്ചത്. ഒരിക്കലും അതൊരു കുറ്റപ്പെടുത്തലായിട്ടല്ല, കുറവായിട്ടല്ല പറഞ്ഞത്. പറഞ്ഞു പോക്കിനിടെ അതുകൂടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും ആദ്യമായി അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതിൽ ഒരു പിശക് പിണഞ്ഞതായി കണ്ടെത്താൻ തീർച്ചയായിട്ടും ഈ പോങ്ങന് സാധിച്ചു. അതൊരു വലിയ നേട്ടമായിട്ടല്ല ഞാനിത് പറയുന്നത്. പക്ഷെ ആ ഒരു പിശകിൽ പറയാൻ പറ്റുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പറയേണ്ടതായിട്ടുള്ള വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ആദ്യം വക്കീൽ സാർ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. എടോ ദാവൂദേ, തനിക്ക് അറിയാമോന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെ ഓശാരൊന്നും വേണ്ട. ഞാൻ ഇന്ത്യ രാജ്യത്തെ ഒരു പൗരനാണ്, അതറിയാമോ? താനും താൻ്റെ പാർട്ടിക്കാരൊക്കെ എത്ര ശ്രമിച്ചാലും ഇവിടെ ഒരു ഉണ്ട നടക്കില്ല. അത് മനസ്സിൽ വെച്ചു. ഇനി ബാക്കി കാര്യത്തിലേക്ക് പോവാം. അതെ വക്കീൽ സാർ, ഇനി ബാക്കി കാര്യത്തിലേക്ക് പോട്ടെ. നമുക്കിനി അദ്ദേഹം പറഞ്ഞതിലെ ആ പിശകിലേക്കും പോകാം. അഡ്വക്കേറ്റ് ജയശങ്കർ അങ്ങനെ പറഞ്ഞതിൽ ഒട്ടും പിശകില്ല എന്ന് പലരും ചിന്തിച്ചിരിക്കാം എന്നുള്ള കാര്യം പോകന് വളരെ നന്നായിട്ട് അറിയാം. താനൊരു ഇന്ത്യൻ പൗരനാണ്, സുഡാപ്പികളുടെ കളിയൊന്നും ഇവിടെ നടക്കില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നത് ശരിയല്ലേ എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കുന്ന, അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കൊപ്പം ഉണ്ട്. അതിൽ തെറ്റില്ല. പക്ഷേ 2024 കാലത്ത് മാത്രമാണ് ആ സംഗതി സത്യമാകുന്നത് എന്നുള്ള കാര്യം പോകൻ എടുത്തു പറയുകയും ചെയ്യും. ഇപ്പോൾ കുഴപ്പമില്ല. സുഡുക്കളുടെ കളിയൊന്നും നിലവിൽ നടക്കില്ല. നിലവിൽ മാത്രം. നിലവിൽ എന്ന പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നിലവിൽ നടക്കില്ല. എന്നാൽ വരുംകാല പ്രാബല്യത്തോടു കൂടി ആലോചിച്ചാൽ വക്കീൽ സാർ പറഞ്ഞത് പിശകാവും, വലിയ അബദ്ധമാവും. വരുംകാല പ്രാബല്യത്തോടു കൂടി ആലോചിച്ചാൽ. കാരണം ഈ നാടിന്റെ ഭാവി അത്ര കണ്ട് ശോഭനമാവാനുള്ള യാതൊരു സാധ്യതയും നിലവിൽ കാണുന്നില്ല. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക സാഹചര്യങ്ങളിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം ശ്രദ്ധിക്കുന്ന ആർക്കും പോകൻ പറയുന്നത് തീർച്ചയായിട്ടും കിട്ടും. ഒരു 3 പതിറ്റാണ്ടിനപ്പുറം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ആരംഭമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹുക്കുമത്തെ ഇലാഹി ഉണ്ടായിക്കളെ എന്നാണ് വിചാരിച്ചില്ലെങ്കിൽ അതൊന്നും ഇവിടെ നടപ്പില്ല. തൽക്കാലം വക്കീൽ സാറിനും ഈ പോങ്ങനുമൊക്കെ തട്ടുകേടില്ലാതെ കഷ്ടിച്ച് കാലം കഴിച്ചു പോകാൻ കഴിഞ്ഞേക്കും. കഷ്ടിച്ച്. എന്നാൽ ഇതേ സാമൂഹ്യ സാഹചര്യത്തിലൂടെ പോയാൽ വെറും ഒരു 30 കൊല്ലം കഴിയുമ്പോഴുള്ള കേരളത്തിന്റെ സ്ഥിതി എന്താവും എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കണം. അതായത് 2054 എങ്ങനെയാവും നമ്മുടെ കേരളം? വക്കീൽ സാറിന് പ്രായം അന്ന് ഒരു 92 അല്ലേ?
ഈ പോങ്ങന് 76. ഞാൻ എന്തായാലും വളരെ ഭാഗ്യവാനാണ്. കാരണം 2020 വരെ ആചരിച്ചു വന്നിരുന്ന സുരധൂമപാന ശൈലിയും അതുപോലെ തന്നെ ഭക്ഷണങ്ങളോട് പുലർത്തി വന്നിരുന്ന അപാരമായിട്ടുള്ള ആർത്തിയും, വളരെ അപാരമായിട്ടുള്ള ആർത്തിയും കാരണം ഇനിയൊരു 30 കൊല്ലമൊന്നും ഇവിടെ കഴിയാൻ പോങ്ങന് തീർച്ചയായിട്ടും സാധിക്കില്ല. അത് ഉറപ്പാണ്. പോങ്ങൻ ചത്ത് രക്ഷപ്പെടും. പക്ഷെ വക്കീൽ സാർ പെടും. കാരണം വക്കീൽ സാർ മാനസികമായും കായികമായും കരുത്തനായതിനാൽ തീർത്തും സമാധാനപൂർണമായിട്ടുള്ള ഒരു സുടുഭൂമി കണ്ടും അതങ്ങോട്ട് അനുഭവിച്ചും അറിഞ്ഞിട്ടും മാത്രമേ കാലപുരിയിലേക്ക് വക്കീൽ സാറിന് വരാൻ കഴിയൂ. അതായത് 2054 നമ്മുടെ വക്കീൽ സാർ 92 വയസ്സുമായി ആയുരാരോഗ്യ സൗഖ്യങ്ങളോടുകൂടി 100ലേക്ക് നടക്കുകയാവും. ഈ സുടുഭൂമിയിലൂടെ 100ലേക്ക് നടക്കുകയാവും. പിന്നെ ഈ സൗഖ്യം എന്നത് ചുമ്മാ ഭംഗിവാക്കായി പറഞ്ഞത് കേട്ടോ, കാര്യമാക്കണ്ട. ഒട്ടും തന്നെ വിശ്വസിക്കണ്ട. സുടുഭൂമി വക്കീൽ സാറിന് സൗഖ്യം കൊടുക്കുമെന്ന് പറയുന്നത് ഈ ജൂതന്മാർ ഹൂറികൾക്ക് വിശ്രമം നൽകുമെന്ന് പറയുന്നത് പോലൊരു സംഗതി മാത്രമാണ്. അതുകൊണ്ട് 2054 ഇന്ത്യൻ പൗരത്വം കൊണ്ട് ഉപദ്രവമല്ലാതെ എന്തെങ്കിലും ഒരു സുരക്ഷ അക്കാല കേരളത്തിൽ വക്കീൽ സാറിന് തരപ്പെടുത്തിയെടുക്കാൻ കഴിയും എന്ന് പോങ്ങൻ കരുതുന്നില്ല. അറബിക്കടലിന്റെ തിരയടിയേറ്റ് കിടക്കുന്ന ഈ മുൻ ഹരിത കേരളം സൗദി അറേബ്യയിലെ റാസൽ ഖൈമയിൽ നിന്നും അടർന്നു മാറിയ ഒരു പരിശുദ്ധ ഭൂമിയാണെന്നും അതുകൊണ്ട് ഇന്ത്യക്കാർ ഈ സുഡാപ്പിസ്ഥാൻ വിട്ടുപോകണമെന്നും 86 വയസ്സുകാരനായിട്ടുള്ള സുലൈമാൻ പി ഇളയിടം മണിപ്രവാളത്തിൽ പ്രഭാഷണ ഭീഷണി മുഴക്കുന്നത് കേട്ട് വക്കീൽ സാർ വിരളും. 2054 കാര്യമാണ് പറയുന്നത്. അങ്ങനെ സംഭവിക്കും. ന്യൂനപക്ഷ മതസ്ഥൻ എന്ന പരിഗണനയ്ക്ക് പോലും 2054 നമ്മുടെ വക്കീൽ സാർ അർഹനായിരിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകം പോങ്ങൻ എടുത്തു പറയുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അപ്പോഴേക്കും നമ്മുടെ നാട്ടിലെ സംവരണവും മതം മാറിക്കഴിഞ്ഞിരിക്കും. സംവരണം പോലും മതം മാറിക്കഴിഞ്ഞിരിക്കും. അതായത് ന്യൂനപക്ഷ മതസ്ഥർക്കായി നൽകി വന്നിരുന്ന സംവരണം അപ്പോഴേക്കും ഭൂരിപക്ഷ മതസ്ഥർക്കുള്ള സംരക്ഷണമായി മാറിക്കഴിഞ്ഞിരിക്കും. അതായത് ഇപ്പോഴത്തെ ഭൂരിപക്ഷ മതസ്ഥർ ന്യൂനപക്ഷമാകുമ്പോൾ പിന്നീട് 2054 ആകുമ്പോഴത്തേക്കും ഭൂരിപക്ഷ മതസ്ഥർക്കാവും സംവരണം. സമാധാന മതം ഏതാണ്ട് 86.5%, ഫാസിസ്റ്റ് മതം ഒരു 12.5%, അതുപോലെ തന്നെ ക്രിസംഖി മതം ഒരു 1%. ഈ നിലയിലാവും 2054 സുഡാപ്പിസ്ഥാന്റെ മതാവസ്ഥ. സ്വാഭാവികമായും അക്കാലത്ത് സുഡാപ്പിസ്ഥാനിൽ പാർക്കുന്ന 14% താഴെ വരുന്ന ഫാസിസ്റ്റ് വൈദേശിക മതസ്ഥർക്ക് അവരുടെ വരുമാനത്തിന്റെ 78% ഇവിടെ സമാധാന നികുതി കൊടുക്കേണ്ടതായിട്ടുള്ള നില വന്നിരിക്കും. അതുപോലെ സുഡാപ്പിസ്ഥാനിലെ ന്യൂനപക്ഷ മതസ്ഥരിൽ നിന്നും ഓക്സിജൻ നികുതിയും ഇവിടുത്തെ മതാധിപത്യ സർക്കാർ 2054 ഈടാക്കിയിരിക്കും. പ്രാണവായു കരം, ഓക്സിജൻ നികുതി അതും കൊടുക്കേണ്ടി വരും 2054 ന്യൂനപക്ഷ മതസ്ഥർക്ക്. കാരണം 86% വരുന്ന തീവ്ര സമാധാന മതസ്ഥരുടെ നിശ്വാസത്തിൽ നിന്നുമുള്ള കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ചുകൊണ്ട് ഇന്നാട്ടിലെ ഹരിത ഇലകൾ ഉൽപ്പാദിപ്പിക്കുന്നതാണല്ലോ ന്യൂനപക്ഷങ്ങൾ അവരുടെ ജീവൻ നിലനിർത്താനായി ശ്വസിക്കുന്ന പ്രാണവായുവിൽ കലർന്നിരിക്കുന്ന ഓക്സിജൻ അത്രയും അല്ലേ. ഈ സുടുഭൂമിയിലെ മഹാഭൂരിപക്ഷമാകുന്ന സമാധാന മതസ്ഥർ ഹരിതാഭയും പച്ചപ്പും കുത്തകയാക്കി വച്ചിരിക്കുന്ന ഓക്സിജൻ ഉൽപാദനശാലകളിലേക്ക് കാർബൺ ഡയോക്സൈഡ് വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിച്ചാൽ എങ്ങനെ ന്യൂനപക്ഷ മതസ്ഥർക്ക് പ്രാണവായു ലഭിക്കും? എങ്ങനെ ലഭിക്കും? എവിടുന്ന് ലഭിക്കും? ഓക്സിജൻ ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണല്ലോ കാർബൺ ഡയോക്സൈഡ് അല്ലേ. സുഡാപ്പിസ്ഥാനിലെ ഓക്സിജൻ ഉൽപാദനശാലയായിട്ടുള്ള ഹരിത ഇലകൾക്ക് കാർബൺ ഡയോക്സൈഡ് നിശ്വസിച്ചു കൊടുക്കാൻ സമാധാന മതസ്ഥരുടെ മൂക്കുകൾ വിസമ്മതിച്ചാൽ കഴിയുന്നതേയുള്ളൂ ഇന്ത്യൻ മതസ്ഥരുടെ ജീവിതകഥ. അത് മറന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി മതിയായ ആലോചന കൂടാതെയാണ് വക്കീൽ സാർ ജയശങ്കർ വ്യൂവിലൂടെ ആ ദാവൂദിനെ വെല്ലുവിളിച്ചതെന്ന് തീർച്ചയായിട്ടും പോങ്ങന് തോന്നുന്നുണ്ട്. നാളത്തെ കേരളത്തിൽ അതിജീവിക്കണമെങ്കിൽ ശ്രീ ജയശങ്കറിന് ഈ വക്കീൽ ബുദ്ധിയല്ല, ആ വാരിയർ ബുദ്ധിയാണ് വേണ്ടത്. അതാണ് വേണ്ടത്. വാണക്കാട്ടെ മതമുതലാളിയുടെ മുന്നിൽ 4 കാലിൽ നിൽക്കാനുള്ള സഹകരണ ബുദ്ധി കാണിച്ചതുവഴി ചന്ദീപ് സ്വന്തം മൂലത്തിൽ കയറ്റിയത് എന്താണ് എന്ന് അറിയണമെങ്കിൽ 2054 ആ മനുഷ്യന്റെ ചന്തി പരിശോധിച്ചാൽ മാത്രം മതി. 2054 പരിശോധിക്കണം ചന്തി. മറ്റേ അർത്ഥത്തിലല്ല പറയുന്നത്.
അന്ന് 75-കാരനായിട്ടുള്ള ചന്ദീപൻ വാര്യരുടെ കുണ്ടിയിൽ മന്ത്രി കസേരകളുടെ തഴമ്പ് നല്ലോണം തെളിഞ്ഞു കാണും. എത്ര വട്ടം 2054 വരെ എത്തുമ്പോഴത്തേക്കും എത്ര വട്ടം ആ മനുഷ്യൻ മന്ത്രിയായിട്ടുണ്ട് ഈ നാട്ടിൽ എന്നുള്ള കാര്യം ആ ചന്തി പരിശോധിച്ചാൽ അറിയാം. മന്ത്രി കസേരയുടെ തഴമ്പ് അവിടെ കാണും. പറഞ്ഞു വന്നത് ഇതാണ്: വക്കീലിൻ്റെ നേരും നെറിയും നർമ്മവും വെളിവും വീറും വിവരവുമൊക്കെയുള്ള ബുദ്ധി കൊണ്ട് നമ്മുടെ ദാവൂദിനെ സമീപിക്കുന്നത് അബദ്ധമാണ്, മണ്ടത്തരമാണ്. വക്രതയും സ്വാർത്ഥതയും നിറഞ്ഞിട്ടുള്ള ദീർഘദൃഷ്ടിയോടുകൂടി വാണക്കാടൻ മതമുതലാളിയുടെ കൊട്ടാരത്തിൽ ചെന്ന് വിധേയത്വത്തോടെ ഉടുമുണ്ട് പൊക്കി 4 കാലിൽ നിന്ന് വിനോദ സേവനം പകരാനുള്ള വാര്യബുദ്ധിയുണ്ടായാൽ മാത്രം സുഡാപ്പിസ്ഥാനിൽ വിജയവും അതിജീവനവും സാധ്യമാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പ്രാണവായു നികുതിയും സമാധാന കരവും ഒടുക്കി തീർത്തും ദുർഘടവും വളരെ ദയനീയവുമായിട്ടുള്ള അടിമ ജീവിതം നയിക്കാം. അതേ പറ്റൂ. 2054 92-കാരനായിട്ടുള്ള വക്കീൽ സാറിന് എണ്ണയും കുഴമ്പും ജംബീരപാക തൈലവും വില്വാദി ലേഹ്യവുമൊക്കെ എടുത്ത് അങ്ങ് ഇന്ത്യയിലേക്ക് വണ്ടി കയറേണ്ട സാമൂഹ്യ സാഹചര്യത്തിലേക്ക് ഈ ഹരിത കേരളത്തെ എത്തിക്കാൻ ഇന്നാട്ടിലെ മതപുരുഷന്മാർക്ക് വേണ്ടത്, അല്ലെങ്കിൽ ദാവൂദുമാർക്ക് വേണ്ടത്, അവരുടെ മതസ്ഥകളുടെ പേറ്റുശേഷി മാത്രം. എന്റെ വക്കീൽ സാറെ, ഈ വിഷയത്തിന്മേൽ പോങ്ങൻ വിശദമായ ഒരു നാവാട്ടുകൂടി നടത്തുന്നുണ്ട് കേട്ടോ. പിന്നാലെ നാവിന് സ്വല്പം വ്യായാമത്തിന്റെ കുറവുണ്ട്, അതുകൊണ്ട് അല്പസ്വല്പം കസർത്തൊക്കെ എടുപ്പിച്ചിട്ട് വീണ്ടും വരാം. എന്തായാലും തൽക്കാലം നിലവിൽ ഇന്ത്യൻ പൗരനായി കേരളത്തിൽ കഴിയാൻ കുഴപ്പമില്ല വക്കീൽ സാറെ. പക്ഷേ അധികം വൈകാതെ സ്ഥിതിഗതികൾ മാറും. അല്ലെങ്കിൽ ദാവൂദുമാരുടെ മതമംഗകൾ നിഷ്ഠയോടുകൂടി നടത്തി വരുന്ന പേറാചരണം സ്ഥിതിഗതികളെ അങ്ങോട്ട് മാറ്റിമറിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. താനും താൻ്റെ പാർട്ടിക്കാരൊക്കെ എത്ര ശ്രമിച്ചാലും ഇവിടെ ഒരു ഉണ്ട നടക്കില്ല. വക്കീൽ സാറെ, നമ്മുടെ നാട്ടിലെ മതപുരുഷന്മാരായിട്ടുള്ള ദാവൂദുമാരുടെ കൈവശമിരിക്കുന്ന പേറ്റു യന്ത്രങ്ങളാണ് അവരുടെ മതമംഗകൾ. ആ മതമംഗകൾ പെറ്റ് ജനാധിപത്യത്തെ മതാധിപത്യത്തിൻ്റെ കീഴിലാക്കി കളയും. വളരെ അടുത്ത കാലത്ത് തന്നെ നമുക്കത് കാണാൻ പറ്റും. നമ്മളൊക്കെ അതിനുശേഷമേ ഈ ലോകത്തു നിന്ന് മറഞ്ഞു പോകുള്ളൂ. അതായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദുര്യോഗമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെ കാണേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഏറ്റവും മനുഷ്യർക്ക് അങ്ങേയറ്റം ആധുനികമായി ജീവിക്കാൻ കഴിയുന്ന, അങ്ങേയറ്റം സംസ്കൃതീകരിക്കപ്പെട്ട് ജീവിതം കഴിക്കാൻ കഴിയുന്ന ഒരു കാലത്ത് ജനിച്ചിട്ടും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലത്തിൻ്റെ തുടക്കത്തിൽ ജനിച്ചിട്ടും നമ്മൾ മതസ്ഥരുടെ അടിമകളായിട്ട് പ്രാകൃതമായ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ ജനിച്ചു വരുന്ന കുട്ടികൾ, അവർ അങ്ങനെ അങ്ങ് ആയിപ്പോകുന്നത് കണ്ടുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകാൻ വിധിക്കപ്പെടുന്ന അത്രയും ഗതികെട്ട ഒരു സമൂഹമായി നമ്മൾ മാറിപ്പോയി എന്ന് പറയുന്ന സങ്കടം പങ്കുവെച്ചുകൊണ്ട് പോങ്ങൻ ഈ സംസാരം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കാത്ത പോങ്ങന്മാരൊന്നുമല്ല ദാവൂദും സംഘവും. ദാവൂദുമാരൊക്കെ പോങ്ങന്മാരാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പോങ്ങൻ്റെ ഉള്ളൊന്ന് നീറും. അവരൊന്നും പോങ്ങന്മാരല്ല.